ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിൽ ഈ ഒരു പ്രോബ്ലത്തിൽ 4 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇനി അടുത്ത 4 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇൻ എ ക്ലാസ് ദർ ആർ 4 more girls than boys. On a day when only 8 boys were absent, the number of girls was twice the number of boys. How many boys and girls are there in the class? അതായത് ഒരു ക്ലാസ്സിൽ ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ബോയ്സിനേക്കാളും 4 കൂടുതലാണ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം 8 ബോയ്സ് ആബ്സെൻ്റ് ആയി. അപ്പോൾ 8 ബോയ്സ് ആബ്സെൻ്റ് ആയപ്പോൾ അന്ന് ബാക്കി പ്രസൻ്റ് ആയ ബോയ്സ് ഉണ്ടാവുമല്ലോ. അന്ന് പ്രസൻ്റ് ആയ ബോയ്സിൻ്റെ ഡബിൾ ആണ് നമ്മുടെ ടോട്ടൽ ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അതായത് ഒരു ദിവസം 8 ബോയ്സ് ആബ്സെൻ്റ് ആയി, അന്ന് ആബ്സെൻ്റ് ആയ ഒരു ദിവസം 8 ബോയ്സ് ആബ്സെൻ്റ് ആയി, അപ്പോൾ അന്ന് പ്രസൻ്റ് ആയ ബോയ്സിൻ്റെ ട്വൈസ് ആണ് നമ്പർ ഓഫ് ഗേൾസ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ക്ലാസ്സിൽ എത്ര ബോയ്സ് ഉണ്ട്, എത്ര ഗേൾസ് ഉണ്ട്, ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നമ്പർ ഓഫ് ഗേൾസിനെ ലെറ്റ് ദ നമ്പർ ഓഫ് ഗേൾസ് ബി എക്സ്. ഞാനിവിടെ ഗേൾസിനെ എക്സ് ആയിട്ടും ബോയ്സിനെ വൈ ആയിട്ടും എടുക്കുന്നു. ലെറ്റ് the number of girls be x and boys be y. ഓക്കെ, ഗേൾസിനെ എക്സ് ആയിട്ടും ബോയ്സിനെ വൈ ആയിട്ടും എടുക്കുന്നു. പിന്നെ എന്ത് പറയാം, ഗേൾസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ബോയ്സിനേക്കാളും 4 കൂടുതലാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 4+y എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് ഗേൾസ് ഈക്വൽ ടു നമ്പർ ഓഫ് ബോയ്സ് പ്ലസ് 4, അതായത് 4 + നമ്പർ ഓഫ് ബോയ്സ് ആണ് ഗേൾസിൻ്റെ എണ്ണം. അപ്പോൾ എക്സ് ഈക്വൽ ടു 4+y എന്ന് എഴുതാം. അതായത് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് വൈ ഈക്വൽ ടു 4 എന്ന് എഴുതാം. ഇനി നമ്മുടെ അടുത്ത കണ്ടീഷൻ എന്തായിരുന്നു? അപ്പോൾ ഒരു ദിവസം 8 ബോയ്സ് ആബ്സെൻ്റ് ആയി. 8 ബോയ്സ് ആബ്സെൻ്റ് ആയി എന്ന് പറയുമ്പോൾ എന്താ, നമ്പർ ഓഫ് ബോയ്സിൽ നിന്നും 8 പോയി. അപ്പോൾ y-8. അപ്പോൾ y-8 ആയപ്പോൾ ഒരു ദിവസം y-8 ആയപ്പോൾ ഒരു ദിവസം 8 ബോയ്സ് ആബ്സെൻ്റ് ആയപ്പോൾ എന്താണ്, ഗേൾസിൻ്റെ എണ്ണം ട്വൈസ് ആയി. അപ്പോൾ ഗേൾസ് എന്ന് പറയുന്നത് 2x ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു 2y, അതായത് അങ്ങനെയല്ല, ഗേൾസിൻ്റെ എണ്ണമല്ല, അന്ന് പ്രസൻ്റ് ആയ ബോയ്സ് ഉണ്ടാവുമല്ലോ. അന്ന് പ്രസൻ്റ് ആയ ബോയ്സ് എന്താ, y-8. y-8ൻ്റെ ട്വൈസ് ആണ് ഗേൾസിൻ്റെ എണ്ണം. അപ്പോൾ ഗേൾ എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 2 × y-8 ആവും. എക്സ് ഈക്വൽ ടു 2 × y-8. അപ്പോൾ എന്താ എഴുതാം നമുക്ക്, എക്സ് ഈക്വൽ ടു 2y - 16 എഴുതാം. 2 നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയതാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 2y - 16 എഴുതി. പിന്നെ എന്ത് എഴുതാം, എക്സ് ഈക്വൽ ടു 2y - 16 എന്നാണ്. എക്സ് മൈനസ് 2y ഈക്വൽ ടു -16 എഴുതാം. അതെങ്ങനെയാണെന്നറിയാലോ, എക്സ് ഈക്വൽ ടു 2y - 16 ആണ്. ഇപ്പുറമുള്ള ആടുള്ള 2y ഇപ്പുറത്തേക്ക് വരുമ്പോൾ എക്സ് മൈനസ് 2y ആയി. എക്സ് മൈനസ് 2y ഈക്വൽ ടു -16. ഇനി ഞാൻ ഈ ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇക്വേഷൻ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഇക്വേഷൻ മൈനസ് സെക്കൻഡ് ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, എക്സ് മൈനസ് വൈ മൈനസ് എക്സ് മൈനസ് 2y ഈക്വൽ ടു 4 - -16. അതായത് എക്സ് മൈനസ് വൈ മൈനസ് എക്സ് മൈനസ് 2y ആണ്. ഞാൻ ആ ബ്രാക്കറ്റ് മാറ്റിയതിന് എന്ത് കിട്ടും, എക്സ് മൈനസ് വൈ മൈനസ് എക്സ് മൈനസ് 2y ആവും. മൈനസ് 2y എന്ന് പറഞ്ഞാൽ മൈനസ് മൈനസ് എന്താവും, മൈനസ് വൈ പ്ലസ് ആവും. അപ്പോൾ എക്സ് മൈനസ് വൈ മൈനസ് 6 + 2y ഈക്വൽ ടു 4 - -16 ആണ്. അപ്പോൾ എന്താവും, 4 + 16 അതായത് 20. അപ്പം എക്സ് മൈനസ് വൈ മൈനസ് 6 + 2y ഈക്വൽ ടു 20 എന്ന് കിട്ടി. അതായത് എന്ത് കിട്ടും, അവിടെയുള്ള എക്സ് ക്യാൻസൽ ആവും. -y + 2y ഈക്വൽ ടു 20 എന്ന് കിട്ടും. -y + 2y ഈക്വൽ ടു 20 ആണെങ്കിൽ എന്താണ്, -1 + 2 എന്താ, 0, 1 ആണ്. അപ്പോൾ y ഈക്വൽ ടു 20 എന്ന് കിട്ടി. y 20 ആണെങ്കിൽ എക്സ് കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, എക്സ് എന്ന് പറഞ്ഞാൽ എന്താ, 4 + y ആണ്. അപ്പോൾ y 20 ആകുമ്പോൾ എക്സ് കാണാൻ വേണ്ടി 4 + 20 ചെയ്താൽ മതി. അപ്പോൾ എക്സ് ഈക്വൽ ടു 4 + 20 അതായത് 24 കിട്ടും. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് എക്സ് 24 വൈ 20. എക്സ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഗേൾസ് ആണ്, വൈ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ബോയ്സ് ആണ്.
അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ കണ്ടീഷൻ പോലെ ബോയ്സിൻ്റെ എണ്ണത്തിനേക്കാളും 4 എണ്ണം കൂടുതലാണ് ഗേൾസിൻ്റെ എണ്ണം. അപ്പോൾ അവിടെ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളിത് ചെയ്യുന്നത്. എക്സ് ഈക്വൽ ടു 24 വൈ ഈക്വൽ ടു 20 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. A fraction simplified after adding 1 to its numerator becomes 1 by 3. If instead 1 is added to the denominator and then simplified, it becomes 1 by 4. What is the fraction? അതായത് ഒരു ഫ്രാക്ഷനിൽ ന്യൂമറേറ്ററിൽ 1 ആഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1/3 ആണ്. അതുപോലെ ആ ന്യൂമറേറ്ററിൽ ആഡ് ചെയ്യുന്നതിന് പകരം ഡിനോമിനേറ്ററിൽ 1 ആഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/4 കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ ഫ്രാക്ഷന് ഏതാണ്? അതായത് ന്യൂമറേറ്ററിൻ്റെ വാല്യൂ എന്താ, ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഒരു ഫ്രാക്ഷൻ ആയതുകൊണ്ട് തന്നെ അതിൽ എക്സും ഉണ്ടാവും വൈയും ഉണ്ടാവും. സോറി, ഡിനോമിനേറ്ററും ഉണ്ടാവും ന്യൂമറേറ്ററും ഉണ്ടാവും. ഞാനിവിടെ ന്യൂമറേറ്ററിന് എക്സ് ആയിട്ടും ഡിനോമിനേറ്ററിന് വൈ ആയിട്ടും എടുക്കും. അപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ എക്സ് ബൈ വൈ ആണ്. ന്യൂമറേറ്റർ ബൈ ഡിനോമിനേറ്റർ ആയിരിക്കും, അതായത് എക്സ് ബൈ വൈ ആയിരിക്കും നമ്മുടെ ഫ്രാക്ഷൻ. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞ കണ്ടീഷൻ എന്തായിരുന്നു? ന്യൂമറേറ്ററിൽ 1 ആഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1/3 കിട്ടും. അതായത് എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ വൈ ഈക്വൽ ടു 3 എന്ന് കിട്ടും. എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ വൈ ഈക്വൽ ടു 3. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളെ ഇപ്പുറത്തുള്ള 3 എക്സ് പ്ലസ് 1ൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ എന്താവും? ബൈ 3 ഇപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു ആവും. അപ്പോൾ 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു ഇവിടെയുള്ള വൈ ഉണ്ടല്ലോ, ബൈ വൈ, അത് അപ്പുറത്തേക്ക് പോകുമ്പോൾ വൈ ഇൻറ്റു അവിടെയുള്ള 1, വൈ ഇൻറ്റു 1. അപ്പോൾ 3x പ്ലസ് 1 3 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു വൈ എന്ന് കിട്ടും. ഇനി ആ 3 നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3 ഇൻറ്റു എക്സ് പ്ലസ് 3 ഈക്വൽ ടു വൈ എന്ന് കിട്ടും. അതായത് 3 ഇൻറ്റു എക്സ് പ്ലസ് 3 ഈക്വൽ ടു വൈ എന്ന് കിട്ടുമല്ലോ. 3 ഇൻറ്റു എക്സ് പ്ലസ് 3 ഈക്വൽ ടു വൈ എന്ന് കിട്ടും. അപ്പോൾ വൈ മൈനസ് 3 ഈക്വൽ ടു y മൈനസ് 3x ഈക്വൽ ടു 3 എന്ന് കിട്ടും. ഓക്കെ, ഇനി അതേപോലെ നമ്മൾ ഡിനോമിനേറ്ററിൽ 1 ആഡ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1/4 കിട്ടും എന്ന് പറഞ്ഞു. അപ്പം എക്സ് ഡിവൈഡഡ് ബൈ വൈ പ്ലസ് 1 ഈക്വൽ ടു 1/4 എന്ന് എഴുതാം അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇവിടെയുള്ള 4 എക്സിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ 4x ഈക്വൽ ടു വൈ പ്ലസ് 1 ആവും. 4x മൈനസ് വൈ, അവിടെയുള്ള വൈ ഇപ്പുറത്തേക്ക് വരുമ്പോൾ 4x മൈനസ് വൈ ഈക്വൽ ടു 1 എന്നാവും. ഇനി നമുക്ക് 2 ഇക്വേഷൻസ് കിട്ടി. ആ 2 ഇക്വേഷൻ നമ്മൾ നേരത്തേക്ക് സബ്ട്രാക്ട് ചെയ്തായിരുന്നു. ഇവിടെ നമുക്ക് സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസൽ ആയിട്ട് പോവില്ല. അതായത് നമുക്ക് ഏതെങ്കിലും ഒരു ടേം ക്യാൻസൽ ആയാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഇപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വൈ മൈനസ് മൈനസ് വൈ എന്ന് പറയുമ്പോൾ അവിടെ 2y ആയി. 2y മൈനസ് 3x മൈനസ് 4x ആകുമ്പോൾ എന്തായി? -7 ആയി. അങ്ങനെ 2 വാല്യൂ കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മളിത് ആഡ് ചെയ്യണം. ഒന്നാമത്തെ ഇക്വേഷൻ രണ്ടാമത്തെ ഇക്വേഷൻ ആഡ് ചെയ്യുമ്പോൾ വൈ പ്ലസ് മൈനസ് വൈ എന്ന് പറയുമ്പോൾ അവിടെ അത് 0 ആയി. പിന്നെ -3x പ്ലസ് 4x പ്ലസ് 4x എന്ന് പറയുന്നത് എക്സ് ആണ്. ഓക്കെ, അപ്പോൾ എക്സ് ഈക്വൽ ടു 3 പ്ലസ് 1 4 എന്ന് കിട്ടി. അപ്പോൾ എക്സ് ഈക്വൽ ടു 4 എന്ന് കിട്ടി. നമുക്ക് വൈ ആണ് എന്ത് ചെയ്താൽ മതി? 3x പ്ലസ് 3 ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 ഇൻറ്റു 4 പ്ലസ് 3 ഇൻറ്റു 4 എന്ന് പറയുമ്പോൾ 12 പ്ലസ് 3 ഈക്വൽ ടു 15. അപ്പോൾ വൈയുടെ വാല്യൂ 15 കിട്ടി. നമ്മുടെ ഫ്രാക്ഷൻ എക്സ് ബൈ വൈ ആയിരുന്നു, അതായത് 4/15. ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. A person invested 1 lakh rupees in 2 schemes with interest rates 7% and 6%. After 1 year, they got 6,750 rupees as interest from both these together. How much did they invest in each scheme? അതായത് ഒരാൾ 1 lakh rupees 2 സ്കീമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഓക്കെ, അതിൽ ഒന്നാമത്തെ സ്കീമിൽ അയാൾക്ക് 7% ഇൻട്രസ്റ്റും രണ്ടാമത്തതിൽ 6% ഇൻട്രസ്റ്റും കിട്ടി. രണ്ടാമത്തെ സ്കീമിൽ 6% ഇൻട്രസ്റ്റും കിട്ടി. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അയാൾക്ക് അതായത് നമ്മൾ 2 സ്കീമിലും രണ്ട് സ്കീമും കൂട്ടിയിട്ട് അയാൾക്ക് പലിശയായിട്ട് 6,750 rupees കിട്ടി. അങ്ങനെയാണെങ്കിൽ അയാൾ ഓരോ പ്രാവശ്യം ഓരോ സ്കീമിലും എത്ര rupees ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് നമുക്ക് കാണേണ്ടത്.
അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ രണ്ട് സ്കീമായിട്ടൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമുക്ക് ആദ്യം നമ്മൾ എത്രയാണോ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട്, അതായത് ടോട്ടൽ ഡെപ്പോസിറ്റഡ് എമൗണ്ട് ഈക്വൽ ടു 1,00,000 അല്ലേ. ഇനി ആദ്യത്തെ സ്കീമിൽ ഇത്ര എമൗണ്ട്, എത്ര ഒരു എമൗണ്ട് ഫിക്സഡ് എമൗണ്ട് അയാൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ എക്സ് ആയിട്ട് എടുക്കുന്നു. എമൗണ്ട് ഡെപ്പോസിറ്റ് ഇൻ ഫസ്റ്റ് സ്കീം ഈക്വൽ ടു എക്സ്. അതുപോലെ ഫസ്റ്റ് സ്കീമിൽ 1,00,000 ആണെങ്കിൽ, അല്ല സോറി, ഫസ്റ്റ് സ്കീമിൽ എക്സ് ആണ് ഡെപ്പോസിറ്റ് ചെയ്തത്, ടോട്ടൽ 1,00,000 ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് സ്കീമിൽ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിനെ നമുക്ക് 1,00,000 മൈനസ് എക്സ് എന്ന് എടുക്കാം. അതായത് ടോട്ടൽ എമൗണ്ടിൽ നിന്നും ഫസ്റ്റ് സ്കീം മൈനസ് ചെയ്തു. ഓക്കെ, അപ്പോൾ എമൗണ്ട് ഡെപ്പോസിറ്റ് ഇൻ ഫസ്റ്റ് സ്കീം ഈക്വൽ ടു എക്സ് ആൻഡ് ഡെപ്പോസിറ്റ് ഇൻ സെക്കൻഡ് സ്കീം ഈക്വൽ ടു 1,00,000 മൈനസ് എക്സ്. ഇനി അയാൾക്ക് ഓരോ സ്കീമിലും എത്രയോ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇൻട്രസ്റ്റ് ഇൻ ഫസ്റ്റ് സ്കീമിൽ അയാൾക്ക് കിട്ടിയ ഇൻട്രസ്റ്റിന് 7% ആണ്. 7% എന്ന് പറയുമ്പോൾ 7/100. അപ്പോൾ ഇൻട്രസ്റ്റിന് ഫസ്റ്റ് സ്കീം ഈക്വൽ ടു 7% ഈക്വൽ ടു 7/100. സെക്കൻഡ് സ്കീമിൽ അതേപോലെ 6% ആയിരുന്നു, 6/100. ഇനി ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 6,750 ആണ് അയാൾക്ക് കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, നമുക്ക് കിട്ടിയ പേഴ്സൻറ്റേജ് ഉണ്ടല്ലോ, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 7% ആയിരുന്നു. അപ്പോൾ അതിനെ നമ്മൾ ഫസ്റ്റ് സ്കീമിൽ എക്സ് ആയിരുന്നു ഡെപ്പോസിറ്റ് ചെയ്തതെന്ന് പറഞ്ഞു. അതിന് ഫസ്റ്റ് സ്കീമിലും സെക്കൻഡ് സ്കീമിലും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിനോട് അതിൻ്റെ ഇൻട്രസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്തതിനാൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ ഇൻട്രസ്റ്റ് കിട്ടും. അതായത് ഫസ്റ്റ് സ്കീമിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് എക്സ് ആണ്, അതിനോട് അതിൻ്റെ ഇൻട്രസ്റ്റ് ആയ 7% ഇൻറ്റു ചെയ്യുന്നു. അതുപോലെ സെക്കൻഡ് സ്കീമിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് 1,00,000 ആണ്, 1,00,000 മൈനസ് എക്സ് ആണ്, അതിനോട് അതിൻ്റെ ഇൻട്രസ്റ്റ് ആയ 6% ഡെപ്പോസിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് എക്സ് ഇൻറ്റു 7/100 പ്ലസ് 1,00,000 മൈനസ് എക്സ് ഇൻറ്റു 6/100 ഈക്വൽ ടു 6,750. അപ്പോൾ എന്തെഴുതാം, 7x/100, അതായത് 7 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ 7x/100 പ്ലസ് 6,00,000 മൈനസ് 6x/100 ഈക്വൽ ടു 6,750. ഇനി ന്യൂമിനേറ്ററിൽ രണ്ടും 100 ആയതുകൊണ്ട് നമുക്കത് ഓൾ ടുഗദർ എടുക്കാം. അതായത് 7x പ്ലസ് 6,00,000 മൈനസ് 6x/100 ഈക്വൽ ടു 6,750. ഇനി ആ 100 അപ്പുറത്തേക്ക് പോകുമ്പോൾ ഇൻറ്റു 100 ആവും. അപ്പോൾ 7x പ്ലസ് 6,00,000 മൈനസ് 6x ഈക്വൽ ടു 6,75,000. ഇനി 7x മൈനസ് 6x എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 6,75,000 മൈനസ് 6,00,000 ഈക്വൽ ടു 75,000. ഓക്കെ, അപ്പോൾ എക്സ് 75,000 ആണ് കിട്ടി. അപ്പോൾ എക്സ് എന്തായിരുന്നു, എമൗണ്ട് ഡെപ്പോസിറ്റഡ് ഇൻ ഫസ്റ്റ് സ്കീമാണ്. അപ്പോൾ എമൗണ്ട് ഡെപ്പോസിറ്റഡ് ഇൻ ഫസ്റ്റ് സ്കീം ഈക്വൽ ടു എക്സ്, അതായത് 75,000. ഇനി സെക്കൻഡ് സ്കീമിൽ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. An object starts with a speed of u meter per second and travels along a straight line. If the speed increases at the rate of a meter per second every second, the speed at time t second is u plus at. The speed at 1 second is 5 meter per second and 5 second and at 5 seconds 13 meter per second. What is the rate at which speed is increasing? What was the starting speed? അതായത് ഒരു ഒബ്ജക്റ്റ് യു എന്ന് പറയുന്ന സ്പീഡിൽ എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നുണ്ട്. അതൊരു സ്ട്രൈറ്റ് ലൈനിൽ യു മീറ്റർ പെർ സെക്കൻഡിൽ യു എന്ന് പറയുന്ന സ്പീഡിൽ മൂവ് ചെയ്യുന്നു. ഇനി സ്പീഡ് എ എന്ന് പറയുന്ന റേറ്റിൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ടി സെക്കൻഡിലുള്ള സ്പീഡ് എന്ന് പറയുന്നത് യു പ്ലസ് എ ടി ആണ്. അതായത് യു മീറ്റർ പെർ സെക്കൻഡിൽ ഒരു ഒബ്ജക്റ്റ് യു മീറ്റർ പെർ സെക്കൻഡിൽ പറയുന്ന സ്പീഡിൽ മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു. ഇനി എ എന്ന് പറയുന്ന റേറ്റിൽ സ്പീഡ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് ടി എന്ന് പറയുന്ന സെക്കൻഡിൽ അതിൻ്റെ സ്പീഡ് യു പ്ലസ് എ ടി ആയിട്ട് മാറും.
പിന്നെ ഇവിടെ തന്നിട്ടുണ്ട് 1 സെക്കൻഡിൽ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ 5 സെക്കൻഡിൽ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 13 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ എത്ര റേറ്റിലാണ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് സ്പീഡ് എത്ര, അതായത് എ എന്താണ് അതുപോലെ തന്നെ യു എന്താണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. യു എന്ന് പറയുന്ന സ്പീഡിലായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ യു എന്താണെന്നും എ എന്താണെന്നും നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ എടുത്തെഴുതാണ്. അതായത് നമുക്ക് തന്നിട്ടുണ്ട് ഒബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ യു ആണ്. സ്റ്റാർട്ടിംഗ് സ്പീഡ് ഓഫ് എൻ ഒബ്ജക്റ്റ് ഈക്വൽ ടു യു, സ്പീഡ് ഇൻക്രീസസ് അറ്റ് ദ റേറ്റ് ഓഫ് എ. ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങളാണ്. റേറ്റ് എ എന്ന് പറയുന്ന റേറ്റിലാണ് സ്പീഡ് ഇൻക്രീസ് ചെയ്യുന്നത്. അതുപോലെ സ്റ്റാർട്ടിംഗ് സ്പീഡ് യു ആണ്. പിന്നെ ടൈം ടിയിലെ സ്പീഡ് യു പ്ലസ് എ ടി ഞാൻ തന്നിട്ടുണ്ട്. അതുപോലെ ഫസ്റ്റ് ഒരു സെക്കൻഡ് എന്ന് പറയുന്ന ടൈമിൽ സ്പീഡ് 5 ആയിരുന്നു, 5 സെക്കൻഡിൽ സ്പീഡ് 13 ആണ്. ഇതൊക്കെയാണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് എയും യുവും കണ്ടുപിടിക്കണം. അപ്പോൾ അറ്റ് ടൈം ടി സ്പീഡ് ഈക്വൽ ടു യു പ്ലസ് എ ടി ആണ് നമുക്കറിയാലോ. ഇവിടെ യു പ്ലസ് എ ഇൻറ്റു ടി, ആ ടി എന്ന് പറയുന്നത് ടൈമാണ്. അപ്പോൾ നമുക്ക് ഒരു സെക്കൻഡിൽ സ്പീഡ് എന്തായിരിക്കും ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണെങ്കിൽ യു പ്ലസ് എ ഇൻറ്റു 1. അപ്പോൾ യു പ്ലസ് എ, ഒരു സെക്കൻഡിൽ സ്പീഡ് 5 ആണ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, യു പ്ലസ് എ ഈക്വൽ ടു 5 എന്ന് എഴുതാം. ഓക്കെ, യു പ്ലസ് എ ഈക്വൽ ടു 5. അപ്പോൾ യു ഈക്വൽ ടു എന്ത് എഴുതാം, 5 മൈനസ് എ എന്ന് എഴുതാം. ഇനി 5 സെക്കൻഡിൽ സ്പീഡ് 30 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, ഇവിടെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ആദ്യം കുറച്ച് തെറ്റിപ്പോയിട്ടുണ്ട്. ഓക്കെ, അതായത് ഞാനവിടെ യു പ്ലസ് എ ഈക്വൽ ടു 30 എന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതിപ്പോയി. അതായത് അങ്ങനെയല്ല നമ്മൾ എഴുതേണ്ടത്. എങ്ങനെയായിരുന്നു യു പ്ലസ് എ എന്ന് നമ്മളെങ്ങനെ എഴുതത്, ഒരു സെക്കൻഡ് ആയതുകൊണ്ടാണ് യു പ്ലസ് എഴുതിയത്. ഇവിടെ നമുക്ക് 5 സെക്കൻഡ്, അപ്പോൾ എന്ത് എഴുതാം, യു പ്ലസ് 5 ഈക്വൽ ടു 30 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ യു പ്ലസ് 5 ഈക്വൽ ടു 30 എന്ന് എഴുതി. യു എന്ന് പറയുന്നത്, അപ്പോൾ നമ്മുടെ ആ യുവിൻ്റെ അടുത്ത് 5 മൈനസ് എന്ന് എടുക്കും. അപ്പോൾ 5 മൈനസ് എ പ്ലസ് 5 ഈക്വൽ ടു 30. അപ്പോൾ എന്ത് എഴുതാം, മൈനസ് എ പ്ലസ് 5 ഈക്വൽ ടു 30. ആ 5 അപ്പുറത്തേക്ക് പോകുമ്പോൾ -5. ഓക്കെ, മൈനസ് എ പ്ലസ് 5 ഈക്വൽ ടു 13 മൈനസ് 5 എന്ന് കിട്ടി. ഇനി മൈനസ് എ പ്ലസ് 5 എന്ന് പറയുമ്പോൾ എന്താ, -1 പ്ലസ് 5 എന്തായിരുന്നു, 4 ആണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി അവിടെ ഏതാണ് -1 പ്ലസ് 5 എന്ന് പറയുന്നത് 4 ആണ്. അതുപോലെ എഴുതുകയാണെങ്കിൽ എന്താണ്, 4a ഈക്വൽ ടു 13 മൈനസ് 5 8 എന്ന് കിട്ടും. 4a ഈക്വൽ ടു 8, a ഈസ് ഈക്വൽ ടു 8/4 ഈക്വൽ ടു 2. അപ്പോൾ എ എന്ന് പറയുന്നത് 2 കിട്ടി. 0 സെക്കൻഡിൽ സ്പീഡ് എന്തായിരിക്കും, യു ആയിരിക്കും. അതായത് നമ്മുടെ സ്റ്റാർട്ടിങ് സ്പീഡ് എന്ന് പറയുന്നതാണ് യു. അപ്പോൾ 0 സെക്കൻഡിൽ യു ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ യു ഈക്വൽ ടു 5 മൈനസ് എ. നമ്മുടെ ഇക്വേഷനിൽ 5 മൈനസ് എ ആണ് യു എന്ന് നമുക്ക് നമ്മളിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഒരു സ്ഥലത്ത് കിട്ടിയിട്ടുണ്ട് അല്ലേ, യു ഈക്വൽ ടു 5 മൈനസ് എ എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവിടെ നമ്മൾ എൻ്റെ അടുത്ത് നമ്മുടെ എൻ്റെ വാല്യൂ ആയ എന്തായിരുന്നു എൻ്റെ വാല്യൂ, 2, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു ഈക്വൽ ടു 5 മൈനസ് എ ഈക്വൽ ടു 5 മൈനസ് 2. അപ്പോൾ യു 3 എന്ന് കിട്ടും. അപ്പോൾ എ ഈക്വൽ ടു 2, യു ഈക്വൽ ടു 3 ആണ് ആൻസർ വരിക. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 4 ക്വസ്റ്റ്യൻസ് ഇവിടെ സോൾവ് ചെയ്തിട്ടുണ്ട്.